പുതിയൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സമയമാകുമ്പോൾ ഈ വിൻഡോസിലൂടെ എല്ലാം നമ്മുടെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കയറും. പിന്നെ വലിയ മിററുകളാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലായാലും പടുകൂറ്റൻ മിറേഴ്സ്. ഇതാണ് നമ്മുടെ ഏരിയ, ബാൽക്കണി. അപ്പോൾ ഈവനിങ്സ് ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ വിൻഡോ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ജ്യൂസ് ഒക്കെ സെർവ് ചെയ്യാനൊക്കെ ഉമ്മറത്തേക്ക് ഒരു ബ്ലാക്ക് ടീ അല്ലേ. ഇവിടെ ഒരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്താ അറിയോ, രണ്ട് വശങ്ങളായിട്ട് രണ്ട് ബേ വിൻഡോസ്, അത് രണ്ട് ബെഡ്റൂമിൻ്റെ ബേ വിൻഡോസ് ആണ്. സച്ചിൻ, പിഞ്ചു, നമ്മളെവിടെ പിഞ്ചു? നമ്മള് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ആഞ്ഞിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആഞ്ഞിലങ്ങാടി. അതെ. അങ്ങാടി പേരിലുണ്ടെങ്കിലും ഇത് അങ്ങാടിയില്ല, വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഒരു ഏരിയ ഫുള്ള് ഒരു കിടിലൻ വീടുമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടിപൊളി ഒരു സ്പേസ് ആണ് കേട്ടോ, വളരെ ഇഷ്ടപ്പെട്ടു. കുറെ ഉള്ളിലേക്ക് മാറിയ ഒരു സ്ഥലമാണ്. അവിടെ ഒരു വീടുണ്ട് കണ്ടോ, നമ്മുടെ പുറകെ ഒരു ഇംഗ്ലീഷ് കോട്ടേജ് മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഗംഭീര വീട് അല്ലേ. അകവും പുറവും ഒക്കെ നമുക്ക് ഭയങ്കര ഫ്രഷ് ഫീൽ വരുന്ന ഒരു, ഇത് കേരളത്തിലാണോന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയാൻ തോന്നുന്ന ഒരു വീടാണ്. അതെ അതെ, വീട് പോലെ തന്നെ ലാൻഡ്സ്കേപ്പും അതിമനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ തീമായിട്ട് ചേർന്നിട്ടല്ലേ. യെസ്. അപ്പം ഈ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. കം ഓൺ എവരിബഡി. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു വഴി, ആ വഴി കടന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ആർക്കിടെക്ട്സ് ആണ് അല്ലേ. രണ്ടുപേരുണ്ട്, വൈഫും ഉണ്ട്, കപ്പിൾസ് ആണ്. ഫായിസ് ബ്രോ, പിന്നെ വൈഫിന്റെ പേര് ഹിബ ഹസൻ. അതെ. അപ്പോൾ ഇവരാണ് ഈ വീട് പണിതിട്ടുള്ളത് കേട്ടോ. വളരെ കൺസെപ്റ്റ് ഉള്ള ഒരു വീടാണ്, നന്നായിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ്. എങ്ങനെയാണ് ബ്രോ ഈ വീടിന്റെ ഒരു കഥ, എന്താണ് ഈ വീടിന്റെ, എങ്ങനെയാണ് എത്തിയത്? ഈ വീടിന്റെ ഹൗസ് ഓണർ മിസ്റ്റർ സൈജുവിന്റെ ആണ്. പുള്ളി നമ്മളുടെ ഇങ്ങനെ ഒരു വീടിന്റെ റിക്വയർമെന്റ് പറഞ്ഞു, നമ്മൾ സൈറ്റ് വന്ന് കണ്ടു. ഇത് ഫുള്ള് ഒരു റബ്ബറും തോട്ടാണ്. അതെ അതെ. അവിടെ ഫുള്ളായിട്ട് ആ ഒരു റബ്ബറും തോട്ടത്തിൽ ഇവിടെ കുറച്ച് ഭാഗം മാത്രം ഒരു ചെറിയൊരു പ്ലെയിൻ ഏരിയ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പുള്ളിക്കൊരു നമ്മളുടെ ഒരു കോട്ടേജ് സ്റ്റൈലാണ് പുള്ളിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. നമുക്കും തന്നെ ഈ ഒരു അന്തരീക്ഷത്തിൽ അത് കുറച്ചും കൂടി ഒരു ബെസ്റ്റ് ആവുമെന്ന് നമുക്കും തോന്നി. അതെ അതെ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ ഒരു പ്ലോട്ട് നമ്മൾ ഈ ഒരു ഡിസൈനിലോട്ട് പിന്നെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇത് ഒരു സിംഗിൾ സ്റ്റോറി വീടാണ്. ഇതിലൊരു 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ്സ്, പിന്നെ ഉള്ളത് കിച്ചൺ വർക്ക് ഏരിയ, പിന്നെ ഡൈനിങ് റൂം, പിന്നെ ഫാമിലി ലിവിങ്, ഡ്രോയിങ് റൂം, അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. 3000 സ്ക്വയർ ഫീറ്റ്, പിന്നെ 4 ബെഡ്റൂം അല്ലേ. അപ്പം ഈ വീട് ഇങ്ങനെ കാണുമ്പം എനിക്ക് ഒരു കരിങ്കല്ല് ഒരു, അതെ, അതാ ഒരു കോട്ടേജ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കരിങ്കല്ലിന്റെ ആ ഒരു റോ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒറിജിനൽ കരിങ്കല്ലിന്റെ തന്നെ സ്ലൈസ് ചെയ്തെടുത്ത ക്ലാഡിംഗ് ആണ് ചെയ്തത്. ഓക്കെ ഓക്കെ. ഒരു വൈറ്റ് ടോൺ ആണ് വരുന്നത്. അതെ, നമ്മളെ വിൻഡോസിലെല്ലാം ഒരു ജോർജിയൻ ബാർസ് ആണ് കംപ്ലീറ്റ് കൊടുത്തത്. ജോർജിയൻ ബാർസ്. അതെ അതെ. അത്തരം ഒരു ഡിസൈൻ വരുമ്പോഴാണ് ഇതിനൊരു മറ്റേ കൊളോണിയൽ ടൈപ്പ് ഒന്നും അല്ല. അതെ അതെ അതെ. സ്ലോ പ്രൂഫിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതെ, നമ്മളൊരു 45 ഡിഗ്രി ആംഗിളിലാണ് അതിന്റെ ആ ഒരു കംപ്ലീറ്റ് സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റു കാസ്റ്റ് അയണിന്റെ ഹാൻഡ് റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആ ഡെക്ക് സ്പേസിൽ ഒറിജിനൽ നാച്ചുറൽ വുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡെക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെ, അവിടെ നിന്ന് നാച്ചുറൽ വുഡ് തന്നെയാണ് അല്ലേ. അതെ. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ അതിങ്ങനെ വെറ്റായി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതെ അതെ, തീർച്ചയായും. അങ്ങനെ ഒരു ഏരിയയാണ്. അവിടുന്ന് താഴേക്ക് ഫോറസ്റ്റിലേക്ക് നടന്നു പോകാൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫുള്ള് കരിങ്കല്ലിലാണ്, എല്ലാം കരിങ്കല്ല് അല്ലേ. അതെ. അപ്പം മുറ്റം നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റോൺ ആണോ ചെയ്തിരിക്കുന്നത്? ഇത് ഒരു ഗ്രാസ് പേവർ എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ഇടയിൽ പിന്നെ നമ്മൾ നാച്ചുറൽ ഗ്രാസും അതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇടാം. അപ്പൊ അത് മെയിൻറ്റെയിൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുക്കുക. യെസ്. നോക്കട്ടോ, നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗാർഡൻ ആണ്. ഒപ്പം കുറെ ബോഗൈൻവില്ല. നമ്മുടെ ആർക്കിടെക്ട് സ്ഥാപനത്തിന്റെ പേരും ബോഗൈൻവില്ല. കോയിൻസിഡൻസ് ആണല്ലേ. നമ്മുടെ എല്ലാ പ്രൊജക്റ്റിലും അത് കയറ്റാം. ബോഗൈൻവില്ല ഉണ്ട്. ചുറ്റും ചെയ്തിരിക്കുന്ന ഫെൻസിംഗ് ഒക്കെ ഈ തീമായിട്ട് കറക്റ്റ് കണക്റ്റഡ് ആണ്. അതെ, നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് വാളിന്റെ കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിൽ പൊതുവെ കുറവാണ്. അതൊക്കെ അധികം ഫെൻസിംഗ് ആയിട്ടാണല്ലോ കാണാറ്. അപ്പൊ അത് നമ്മൾ അതന്നെ ഒരു റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫെൻസിങ്ങിന്റെ ഒരു എലമെന്റ് തന്നെ ഇവിടെ ത്രൂ ഔട്ട് നമ്മൾ 4 പുറം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ മതിൽ പണിയുന്ന കാര്യത്തിൽ നമ്മൾ മലയാളീസ് ഭയങ്കര ടീമാണ്. അതെ, ഇത് നല്ല വെറൈറ്റി. വീടിന്റെ റൂഫിംഗ് എന്താ ബ്രോ ചെയ്തിരിക്കുന്നത്? ഇത് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ഒരു 4 ഫീറ്റ് ലെങ്ത്തിൽ 1 ഫീറ്റ് വിഡ്ത്തിലാണ് വരുന്നത്. ഇത് സാധാ നമ്മുടെ ഓട് വെക്കുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ പർലിംഗ് ഒക്കെ അടിക്കുന്നത്. ഓക്കെ. ഇങ്ങനെ വരുമ്പോൾ
കുറച്ചൊരു ഗ്രീൻ സ്പേസ് കാണാം. അതെ. കിച്ചൺ ഏരിയ എന്ന് തോന്നുന്നു അല്ലേ? അതെ കിച്ചൺ ഏരിയ. ഒരു ചിമ്മിനി ഉണ്ടോ? ചിമ്മിനി വേറിട്ടൊരു ഡിസൈൻ എന്താണത്? അത് നമ്മളെ ഒരു ഇംഗ്ലീഷ് കോട്ടേജ് സ്റ്റൈലിലൊക്കെ നമ്മളെ ഒരു ഫയർ സ്പേസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ റിപ്ലിക്കേറ്റ് ചെയ്തുള്ള ഒരു ഡിസൈൻ നമ്മൾ ഇവിടെ ചിമ്മിനിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. സദാസമയം എരിയുന്ന തീയുള്ള ഒരു നമ്മളിപ്പോൾ കണ്ട ആളുടെ പാതി ഭാഗമാണ് ഹിബ അല്ലേ? ഹിബ ഹസൻ. നിങ്ങൾ രണ്ടുപേരുമാണ് നമ്മുടെ ബൊഗൈൻ വില്ല ആർക്കിടെക്ട്സിന്റെ നെടുന്തൂണുകൾ അല്ലേ? എത്ര വർഷമായി? 5 വർഷം. 5 വർഷം അല്ലേ? സിറ്റ് ഔട്ട് ആണ്, നീളം സിറ്റ് ഔട്ട് സിമ്പിളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കാം, നമ്മുടെ ഡെക്ക് സ്പേസ് കറക്റ്റ് കൂടുതൽ മിഴിയോടെ കാണുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മളെ സവിശേഷമായ ഡോറുകളും അതും ഈ പറഞ്ഞ പോലെ ജോർജിയൻ ബാർസ് രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലിവിംഗ് സ്പേസ് പറയൂ, എന്താണ് ലിവിംഗ് സ്പേസിന്റെ? ഇതില് ഈ പ്രൊജക്ടിന്റെ ഇന്റീരിയറിൽ മൊത്തം നമ്മൾ ഇംഗ്ലീഷ് കൺട്രി സൈഡിലുള്ള പാലയിൽ വരുന്ന കളേഴ്സ് ആണ് മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത്. അതെ അതെ, ഒരു വൈറ്റും അല്ല ഓഫ് വൈറ്റും ആ ഒരു കളറിൽ. അതിന്റെ ഫാബ്രിക്സ് ആയിക്കോട്ടെ, അതിൽ യൂസ് ചെയ്ത എല്ലാ ഡീറ്റെയിലിങ്ങും ഇംഗ്ലീഷ് കൺട്രി സൈഡിലുള്ള കോട്ടേജ് ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തതാണ്. ഈ ഒരു സ്പേസിൽ നമ്മൾ കിച്ചണിന് കണക്ട് ചെയ്തിട്ട് ഒരു ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് ഗസ്റ്റിന് സെർവ് ചെയ്യാനുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഡോർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ അവിടെ തുറക്കാം അല്ലേ? ഏറ്റവും ഭംഗി എന്താ അറിയോ, ഒരു സമയമാകുമ്പോൾ ഈ വിൻഡോസിലൂടെ എല്ലാം നമ്മുടെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കയറും അല്ലേ? ചുവരുകളില്ലാത്തതിന്റെ ഒരു ഗുണം അപ്പോഴാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? പിന്നെ ഫോമൽ ലിവിംഗ് നമുക്ക് ഡെക്കിലോട്ട് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇതിലാണ് ഇറങ്ങാൻ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? ഇവിടുന്ന് നമ്മൾ രണ്ടായി പിരിക്കുകയാണ് അല്ലേ? അതായത് ഇവിടെ കിച്ചൺ വരുന്നു, അങ്ങോട്ടേക്ക് ഡൈനിങ് സ്പേസ്, നേരെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് സർവീസ് അല്ലേ? ഒരു ഫ്ലോർ താഴെയാണ് അല്ലെ? ഒരു സ്റ്റെപ്പ് താഴെ. ഈ സൈറ്റ് അങ്ങനെ ആയിരുന്നു ഇനീഷ്യലി, സൈറ്റ് ടോപ്പോഗ്രഫി അങ്ങനെ ആയിരുന്നു, അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒട്ടൊരു നിരപ്പായ സ്ഥലത്തല്ല, പല പല തട്ടുകൾ താഴേക്ക് ഇറങ്ങാം. ഇവിടെ വന്നിരിക്കുന്ന ഡോറ് സ്ലൈഡിങ് ആണ് അല്ലേ? സ്ലൈഡിംഗ് ഡോറാണ് വന്നിരിക്കുന്നത്. വീടിന്റെ ഉള്ളിലും ഈ ടൈപ്പ് ഡോറുകളാണ് ഭൂരിഭാഗം വന്നിരിക്കുന്നത്. വലിയ 2 ഹാങ്ങിങ് ലൈറ്റോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നു. ഒരു ഡ്രോയിങ് വാളിൽ വന്നിട്ടുണ്ട്, 1 അല്ല 2 3 വന്നിട്ടുണ്ട്. പിന്നെ വലിയ മിററുകളാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലായാലും പടുകൂറ്റൻ മിറേഴ്സ്. അവിടെ ഒരു പ്ലാറ്റ്ഫോം മുകളിലായിട്ടാണ് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിട്ട് 2 ഹാൻഡ് വാഷ് സ്പേസ് ഉണ്ട്. പിന്നെ ഒരു പൗഡർ റൂം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്പേസ് അല്ലേ? നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ലൈറ്റ് വന്നപ്പോഴത്തേക്കും കറക്റ്റായി, ഒരു വാം ടോണിലോട്ട് വന്നപ്പോഴത്തേക്കും സംഗതി അടിപൊളി മാറി. പിന്നെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ആക്സസ് ഉണ്ടോ ഡെക്കിലേക്ക്? ഡെക്ക് സ്പേസിലേക്ക് നേരത്തെ കണ്ട ഡെക്ക് സ്പേസിലോട്ട് ഈ ഡൈനിങ് ഏരിയയും കണക്റ്റഡ് ആണ്. ഓക്കെ. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അത് മൊത്തത്തിൽ തുറന്നു കഴിഞ്ഞാൽ ഇതും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓഹോ, നേരെ ഡയറക്റ്റ് അങ്ങോട്ട് ഇറങ്ങാം അല്ലേ? അത് വീടിന്റെ ഒരു പാർട്ടായിട്ട് വരികയും ചെയ്യും. അതാണ് ഫാമിലി കേട്ടോ, അവരിവിടെ ഇല്ല. ഓക്കെ, അപ്പം ഇനി ഇവിടെ നമുക്കൊരു മെസനൈൽ ഫ്ലോർ ആണല്ലേ? കിഡ്സിന്റെ ബെഡ്റൂം ആണ് ഇവിടെ വരുന്ന, ഒരു മോന്റെ ബെഡ്റൂം ആണ് അത്. സാധാരണ ഒരു യൂറോപ്യൻ കൺട്രീസിലുള്ള ബെഡ്റൂമിന്റെ ഒക്കെ സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? വുഡൻ സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ നോക്കുക. അപ്പം ഇത് കിഡ്സ് ബെഡ്റൂമാണ്. അത്യാവശ്യം വലിയൊരു കോട്ട് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. സ്റ്റഡി ഏരിയ, മിറേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ കണ്ണാടികൾ നമുക്ക് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഒരു സിമ്പിൾ പാനലിംഗ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് പൗഡർ കോട്ടിങ് ചെയ്ത പെയിന്റ് ആണ്. അവിടെയാണ് നമുക്കൊരു വാക്കിംഗ് ഒരു ക്ലോസറ്റ് ഉണ്ട്. അതൊക്കെ സ്ലൈഡിങ് ആണ് ചെയ്തിരിക്കുന്നത് ഡോറൊക്കെ. ഇതാണ് നമ്മുടെ ഏരിയ, ബാൽക്കണി. വലിയൊരു ബാൽക്കണി സ്പേസിൽ ഇത് മൊത്തത്തിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഏരിയ കിട്ടും അല്ലേ? ഡയറക്റ്റ് കാറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ. ഇത് ഡയറക്റ്റ് ഫ്രണ്ടിലോട്ടാണ് ഇതിന് ഫേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള റബ്ബർ എസ്റ്റേറ്റും ഇത് കണക്ഷൻ ആണ്. അപ്പോൾ ഈവനിങ്സ് ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. വീണ്ടും ഒരു സ്ലൈഡിംഗ് ഡോർ തുറന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള കിച്ചണിലോട്ടാണ്. ഒരു ഐലൻഡ് കിച്ചൺ മാതൃകയിലാണ് കറക്റ്റ്. അതൊരു ഇംഗ്ലീഷ് ടൈപ്പ്. അതെ നമ്മൾ ഇതിൽ തന്നെ സിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ. അതെ, മൾട്ടിപർപ്പസ്. അത്യാവശ്യം കുറച്ച് ഡ്രോസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ഉണ്ടല്ലേ? അപ്പോൾ ഒരു സൈഡ് ഫുള്ള് സ്റ്റോറേജ് ആണ്, മറ്റേ സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെ. ഈ കളറാണ് ഇതൊക്കെ ഇംഗ്ലീഷ് കോട്ടേജ് കളർ പാലറ്റ് എന്ന് പറഞ്ഞ അതിൽ വരുന്നതാണ്. അതിൽ തന്നെ വരുന്നതാണല്ലേ? ഇത് അവിടേക്ക് നമ്മുടെ വാഷിംഗ് ഏരിയ, സിങ്ക് ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞ ഏരിയ, നമ്മുടെ ലിവിംഗ് സ്പേസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ. അതെ, ഈ വിൻഡോ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ജ്യൂസ് ഒക്കെ സെർവ് ചെയ്യാനൊക്കെ ഉമ്മറത്തേക്ക് ഒരു ബ്ലാക്ക് ടീ അല്ലേ, അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സ്പേസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കൊരു കണക്ഷൻ അങ്ങോട്ട് കിട്ടി. അതെ. എന്തെങ്കിലും പാത്രങ്ങൾ എടുത്ത് വെക്കാനും കൊടുക്കാനൊക്കെ ഈസിയാണ്. നന്നായി. അപ്പൊ കിച്ചൺ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുന്ന ഏരിയ മാറുന്നില്ല. ഇല്ല. ഇപ്പൊ ഇവിടെ തന്നെ ഫ്രണ്ടിലോട്ടും നല്ല വ്യൂ ഉണ്ട്. അപ്പൊ ഫ്രണ്ടില് നല്ല വ്യൂ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചൺ ഫ്രണ്ട് പോർഷനിൽ തന്നെ കൊണ്ടുവന്നത്. മറ്റേ ആക്സസറീസ് ആയിട്ടുള്ള ടാൻഡം ബോക്സ്, ഓയിൽ പുൾ ഔട്ട്,
എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ ഓക്കെ, ഇത്രയും കുറച്ച് സ്റ്റോറി വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മള് കിച്ചണിലേക്ക് അതുവഴി കയറി ഇതുവഴി നമ്മൾ ലിവിങ് സ്പേസിലെത്തി അല്ലേ? കിച്ചണിലേക്ക് ഒരുപാട് വഴികളാണ്, ഒരുപാട് വഴികളുണ്ട്. ഫാമിലി ലിവിങ് അല്ലേ, അപ്പോൾ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. കാരണം ഇവിടെ ചിലപ്പോൾ ഒരു ലേഡീസ് ഒക്കെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് സെർവ് ചെയ്യാനൊക്കെ കൂടി കിച്ചണിന് ഒരു ആക്സസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ഡോർ അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് നേരെ ഒരു സ്പേസ് ഉണ്ട് നമ്മുടെ ലിവിങ്, നമ്മുടെ സിറ്റ് ഔട്ട് നേരെ ഡോറുകളെല്ലാം തുറന്നു കഴിഞ്ഞാൽ ക്രോസ് വെന്റിലേഷൻ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. തുറന്ന ഒറ്റ വഴിയാണ്, എല്ലാം നമുക്ക് ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്, ആ ഡോറിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, വലിയൊരു ഫാമിലി ലിവിങ് സ്പേസ് ആണ്, TV യൂണിറ്റ് സ്പേസുകളെല്ലാം ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേക ഹൈലൈറ്റ് എന്ന് പറയുന്നത് TV യൂണിറ്റ് ആണ്. നമ്മുടെ ഇംഗ്ലീഷ് ഹൗസിലൊക്കെ കാണുന്ന ഒരു ഫയർ പ്ലേസിനെ റിസംബിൾ ചെയ്തിട്ടാണ് TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. യെസ്, ഹാങ്ങിങ് ലൈറ്റുകൾ, അതുപോലെ തന്നെ അങ്ങോട്ട് ഒരു കോട്ടയാർഡ് സ്പേസ് ഉണ്ടല്ലോ, ഒരു ഗ്രില്ലൊക്കെ ചെയ്തിട്ട് അതിൽ നമുക്ക് ഇറങ്ങി പോവാം അല്ലേ? പുറത്തോട്ടുള്ള ആക്സസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു സ്ലൈഡിംഗ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയാർഡ് സ്പേസിലേക്ക് വരുവാണ്, വീടിൻ്റെ ഉള്ളിലുള്ള. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്നാ അറിയോ? 2 വശങ്ങളായിട്ട് 2 ബേ വിൻഡോസ്, അത് 2 ബെഡ്റൂമിന്റെ ബേ വിൻഡോസാണ്. അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വെറൈറ്റി സ്പേസ്, ഇതുവരെ കാണാത്തിടാം. 2 ബെഡ്റൂമും കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പാരന്റ് ബെഡ്റൂം ആണ്, ഇത് മോളുടെ ബെഡ്റൂം ആണ്. അപ്പോൾ ക്ലയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കൂടെ ഒരു കണക്ഷൻ വേണമെന്നുള്ളത്. ഇതാണ് നമ്മുടെ കോട്ടയാർഡ് സ്പേസ് വരുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്റ്റഡ് ആണല്ലേ? ക്ലോസ്ഡ് ആണ്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാണ്. ഇത് ആരുടെ ബെഡ്റൂമാണ്? ഇത് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ആണല്ലേ ഈ വീട്ടിലെ? മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ ഒരു മാസ്റ്റർ മിററും കൊടുത്തിട്ടുണ്ട്, വലിയ മിറർ. എന്താണ് ഇവിടുത്തെ ഹൈലൈറ്റ്? ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിന്റെ മിനിമൽ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻസും ഒരു ആഷ് കളറും പിന്നെ ഒരു ബീച്ച് കളർ ടോൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ. കൺസോള്, സ്റ്റഡി ടേബിൾ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അവിടെ വരുന്നത് വാക്കിംഗ് വാർഡ്രോബ് സ്പേസ്, ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ഇതാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം സ്ലൈഡിങ് ഡോർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ വരുന്ന ടോയ്ലറ്റ് സ്പേസ് അവിടെ വരുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്, വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. അവിടെ കണ്ട കിഡ്സ് ബെഡ്റൂമിന്റെ ബാൽക്കണി പോലെ തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ. ഇതും മുന്നിലുള്ള റബ്ബർ എസ്റ്റേറ്റിനെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. 4 ചുറ്റിലും റബ്ബറാണ്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഒരു കൂൾ, ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് അത് കിട്ടും. ഇതാണ് നമ്മുടെ വീടിന്റെ ലാസ്റ്റ് ബെഡ്റൂം അല്ലേ? യെസ്, ഈ ബെഡ്റൂം മനോഹരമായിട്ടുണ്ട്, ബേ വിൻഡോയും വലിയ ജനലുകളുമായിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മുടെ മിറർ. ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാളാണ്. ഇതിൽ വാൾപേപ്പറും അതുപോലെ തന്നെ ഈ ഒരു PU ഫിനിഷിൽ ചെയ്ത ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാളുമാണ് ഇതിൽ ഹൈലൈറ്റ് കൊടുത്തത്. എക്സ്ട്രാ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? കൊള്ളാം. പിന്നെ നമ്മുടെ ഒരു കൺസോൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിളോ ഡ്രസ്സിംഗ് ടേബിളോ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്നുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗ് സ്പേസുകൾ അടിയിൽ കൂടെ വന്നിട്ടുണ്ട്. മനോഹരമായ ബേ വിൻഡോ. പിന്നെ അങ്ങോട്ടേക്കാണ് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ വരുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ് അല്ലേ? വാർഡ്രോബ് സ്പേസ് ഒക്കെ അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. വാഷ്റൂമും അവിടെ തന്നെ കേട്ടോ, അവിടെ കണ്ട പോലെ തന്നെ. പിന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടില്ലേ നേരത്തെ നമ്മുടെ ബേ വിൻഡോ, അതായത് അപ്പുറത്തെ റൂമിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബേ വിൻഡോ. സെയിം സംഭവം തന്നെ അപ്പുറത്തും കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ നമ്മൾ ഈ വീട് കണ്ടല്ലോ, ഇതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഫിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഈ ടീമാണ്. വിഷ്ണു ഡിഫോളിയോ അറിയും, അവരാണ് ഇതിൻ്റെ ഫിറ്റ് ഔട്ടും അതേപോലെ പ്രൊജക്ട് മാനേജ്മെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആക്ച്വലി ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്നുള്ള നിലയിലാണ് നമ്മളിവിടേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യലി തന്നെ ക്ലയൻറ്റിൻ്റെ ഒരു വിഷനും ആർക്കിടെക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്ങും കാര്യങ്ങളും ഒരു ഐഡിയ ഒക്കെ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ക്ലയൻറ്റ് വിചാരിച്ച പോലെ ഒരു 11 months കൊണ്ട് ഈ ഫുൾ പ്രോജക്റ്റ് നമുക്ക് പ്രോജക്റ്റ് മാനേജ്മെൻ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റി. കൃത്യമായിട്ടുള്ള ഒരു സമയത്തിൽ നമുക്ക് തീർത്ത് കൊടുക്കാൻ പറ്റി. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഫിറ്റ് ഔട്ടും കൂടെ അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീട്ടനുഭവം. ഇവിടെ ഒരു അടിപൊളി ഹോം ടൂർ ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇത്രയും വെറൈറ്റികളായിട്ടുള്ള കോട്ടേജ് സ്റ്റൈൽ ഹൗസ്, കൊളോണിയൽ ഹൗസ്, കണ്ടംപററി അല്ലെങ്കിൽ ട്രഡീഷണൽ ഹൗസ്, അപ്പോൾ അത്തരം പല വീടുകളും നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഉറപ്പാണ്. താങ്ക് യു സോ മച്ച്. അപ്പം അടിപൊളിയായിട്ടുണ്ടോ ബോഗൻ വില്ല? വിഷ്ണു ബ്രോ നമസ്കാരം. അടിപൊളിയായിട്ടുണ്ട്. അപ്പം വിഷ്ണു ബ്രോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ബോഗൻ വില്ല ആർക്കിടെക്ചറിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും. അപ്പം ടീം ഒരു ബൈ പറഞ്ഞേ. ബൈ.